നമസ്കാരം. 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഫസ്റ്റിലെ ഒന്നാമത്തെ അധ്യായം ദ റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ വേൾഡ്, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന അധ്യായത്തിലെ ആദ്യ ഭാഗം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഭാഗം. ഈ ഭാഗത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അന്വേഷണാത്മകമായ യാത്രകൾക്ക് യൂറോപ്പിലെ രാജാക്കന്മാര് വളരെയേറെ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അത് മറ്റു സ്ഥലങ്ങളിൽ പോയി ആവശ്യത്തിന് വിഭവങ്ങൾ തങ്ങളുടെ രാജ്യത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് കൂടിയായിരുന്നു അതിൻ്റെ പിന്നിലുള്ള ഒരു വസ്തുത. ഇങ്ങനെ നമ്മുടെ രാജ്യത്തിലേക്ക് കടന്നു വന്ന ഒരു പഴയ നാവികനാണ് കടൽ മാർഗം ഏഷ്യയിലേക്ക് ആദ്യമേ ഒരു റൂട്ട് കണ്ടുപിടിച്ചത്. ആരാണത്? അതെ, വാസ്കോ ഡി ഗാമ. ഈ വാസ്കോ ഡി ഗാമയെ പോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് നാവികർ പോയി. അങ്ങനെ പോയ ഒരാളാണ് അമേരിക്കയിൽ എത്തിച്ചേർന്ന ക്രിസ്റ്റഫർ കൊളംബസ്. ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്കയിൽ ചെന്നപ്പോഴേക്കും അവിടുത്തെ പ്രദേശവാസികൾ ക്രിസ്റ്റഫർ കൊളംബസ് ഒരു പേരിട്ടു, റെഡ് ഇന്ത്യൻസ്. ഈ റെഡ് ഇന്ത്യൻസ് ആണ് യഥാർത്ഥത്തിൽ അമേരിക്കയിലെ ആദ്യത്തെ ജനത. അവര് നമുക്ക് വേണമെങ്കിൽ അവര് നമ്മളിവിടുത്തെ ആദിവാസികൾ എന്നൊക്കെ പറയുന്ന പോലെ അമേരിക്കയിലെ ആദിമ വാസികൾ അവരാണ്. ഈ റെഡ് ഇന്ത്യൻസിനെ അമേരിക്കയിൽ നിലനിർത്തിക്കൊണ്ട് പോവുക, അത് പിന്നീട് അമേരിക്കയിലേക്ക് കടന്നു വന്ന പല വിദേശ രാജ്യങ്ങളിലെയും യൂറോപ്യൻ രാജ്യങ്ങളിലെയും നാവികർക്കും കടന്നു വന്നവർക്കും സാധിച്ചു. ഈ കാലഘട്ടത്തിൽ യൂറോപ്പിലുണ്ടായ മറ്റൊരു വസ്തുതയാണ് മതപീഡനം. പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലെ മതപീഡനം സഹിക്കവയ്യാതായപ്പോൾ കുറേയേറെ മുതിർന്ന വിശ്വാസികൾ ഒരു കപ്പലിൽ കയറി ഈ അമേരിക്കയിലേക്ക് പുറപ്പെട്ടു. ക്രിസ്റ്റഫർ കൊളംബസിന്റെ പാതയിലൂടെ അമേരിക്കയിലേക്ക് പുറപ്പെട്ടു. അവർ പുറപ്പെട്ട ആ കപ്പലിന്റെ പേര് മേഫ്ലവർ എന്ന കപ്പലായിരുന്നു. ആ കപ്പലിലാണ് അവര് ഈ കടൽ മാർഗം അമേരിക്കയിൽ എത്തിച്ചേർന്നത്. അമേരിക്കയിൽ എത്തിച്ചേർന്നിട്ട് അവർ ചെയ്തത് ഈ റെഡ് ഇന്ത്യൻസിനെ അമേരിക്കയുടെ ഉൾനാടുകളിലേക്ക് ഓടിച്ചു വിട്ടു. കൂടുതൽ നല്ല ആയുധങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഈ റെഡ് ഇന്ത്യൻസിനെ ഓടിച്ചു വിടാൻ സാധിച്ചു. അങ്ങനെ അമേരിക്കയുടെ ഉൾഭാഗങ്ങളിലേക്ക് യഥാർത്ഥത്തിൽ അമേരിക്കയിൽ ഉണ്ടായിരുന്ന റെഡ് ഇന്ത്യൻസ് പോയി കഴിഞ്ഞു. ഈ പ്രദേശങ്ങളിൽ യൂറോപ്പിൽ നിന്ന് വന്നിട്ടുള്ള ചെറുതും വലുതുമായ രാജ്യങ്ങളിലെ പ്രതിനിധികൾ എന്തുണ്ടാക്കി? കോളനികൾ ഉണ്ടാക്കി. അങ്ങനെ 10-13 കോളനികൾ അമേരിക്കയിൽ സ്ഥാപിക്കപ്പെട്ടു. ഇങ്ങനെ അമേരിക്കയിലേക്ക് കടന്നു വന്ന തീർത്ഥാടക പിതാക്കൾ എന്നറിയപ്പെടുന്ന ആ ആദ്യകാല സഞ്ചാരികൾ, അവരെ മേഫ്ലവർ എന്ന കപ്പലിലാണ് കടന്നു വന്നത്. അവരെ ലോക ചരിത്രത്തിൽ അറിയപ്പെടുന്നത് പിൽഗ്രിം ഫാദേഴ്സ്. ഈ പിൽഗ്രിം ഫാദേഴ്സ് വന്നു അമേരിക്കയിൽ കോളനികൾ സ്ഥാപിച്ചു. അങ്ങനെ അമേരിക്കയിൽ നിന്ന് എടുക്കാവുന്ന എല്ലാ വിഭവങ്ങളും നേരെ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. ഇത് അമേരിക്കയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഒട്ടും തന്നെ സഹിക്കാവുന്ന കാര്യമായിരുന്നു. ക്രമേണ ഒരു മാനസികമായ അകൽച്ച ഈ കടന്നു വന്ന ഇംഗ്ലീഷുകാരുമായിട്ടുണ്ടായി. അവര് മാക്സിമം തദ്ദേശവാസികളിൽ നിന്ന് ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു. തദ്ദേശവാസികൾ ഇത് മനസ്സിലാക്കി കുറേയൊക്കെ അകലാനും ചെറുക്കാനും പ്രതിരോധിക്കാനും ശ്രമിച്ചു. ഇതാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിക്കുവാനുള്ള കാരണം. ബ്രിട്ടീഷുകാര് അമേരിക്കക്കാരെ ഒന്ന് നിയന്ത്രിക്കുവാനും അമേരിക്കയിലുള്ള തദ്ദേശീയരായിട്ടുള്ള കച്ചവടക്കാരെ നിയന്ത്രിക്കുവാനും ക്രമേണ ഒരു നിയമം കൊണ്ടുവന്നു. ആ നിയമമാണ് മർക്കന്റിലിസ്റ്റ് നിയമം. ഇത് ബ്രിട്ടീഷ് പാർലമെന്റിൽ പാസ്സാക്കി അമേരിക്കൻ കോളനികളിൽ അടിച്ചേൽപ്പിച്ച ഒരു നിയമമാണ് മർക്കന്റിലിസ്റ്റ് നിയമം. നമുക്ക് നോക്കാം ഈ മർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ എന്തൊക്കെയാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്, അവിടെ ഏത് രേഖകൾ തയ്യാറാക്കിയാലും അതിൽ ബ്രിട്ടീഷ് മുദ്ര ലൈസൻസോടുകൂടി പതിപ്പിച്ചിട്ടുണ്ട്. ഇതിന് പ്രത്യേക ഫീസ് ഈടാക്കമായിരുന്നു.
രണ്ട്, എന്തുൽപ്പന്നങ്ങൾ ഈ അമേരിക്കൻ കോളനികളിൽ നിന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും അതേപോലെ തന്നെ ബ്രിട്ടനിലേക്കും കയറ്റുമതി ചെയ്താലും അത് ബ്രിട്ടീഷ് കപ്പലുകളിൽ മാത്രമേ പാടുള്ളൂ. അതേപോലെ തന്നെ തേയില, പേപ്പർ ഇങ്ങനെയുള്ള സാധനങ്ങളുടെ കുത്തക അത് ഇറക്കുമതി ചെയ്യുന്നത് ബ്രിട്ടനിൽ നിന്ന് മാത്രമേ പാടുള്ളൂ. ഇങ്ങനെ 5-6 നിയമങ്ങൾ ഉൾച്ചേർന്നതാണ് മർക്കന്റലിസ്റ്റ് നിയമങ്ങൾ. നിങ്ങൾക്കത് കാണുവാൻ സാധിക്കും, നമ്മുടെ പുസ്തകത്തിലും അത് കൊടുത്തിട്ടുണ്ട്. ഈ മർക്കന്റലിസ്റ്റ് നിയമങ്ങൾ കൂടെ ഫലപ്രദമായി നടപ്പിലാക്കാൻ തുടങ്ങിയപ്പോൾ അവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒട്ടും സഹിക്കാനാവാത്ത രീതിയിൽ ബ്രിട്ടീഷ് ഭരണം മർദ്ദക രൂപത്തിലായി. ഇതിനോടൊപ്പമാണ് മർക്കന്റലിസ്റ്റ് നിയമത്തിൽ ഒരു കാര്യം കൂടെ ഉൾച്ചേർത്തു. അത് മറ്റൊന്നുമല്ല, അവിടെ കൊണ്ടുവന്നിട്ടുള്ള ബ്രിട്ടീഷുകാരായിട്ടുള്ള സൈനികർക്ക് അവരുടെ എല്ലാ ചെലവുകളും ഈ കോളനികൾ തന്നെ വഹിക്കണം. ഇങ്ങനെ വന്നപ്പോൾ തികച്ചും അസഹനീയമായ രീതിയിൽ അവിടുത്തെ ജനങ്ങൾ പല രീതിയിലും അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി. അവർ പരസ്പരം ആലോചിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ 13 കോളനികളിലെയും പ്രതിനിധികൾ ഫിലാഡൽഫിയയിൽ ഒരുമിച്ച് കൂടി. അതിനെയാണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് വിളിക്കുന്നത്. ഈ ഒന്നാം കോണ്ടിനെന്റലിൽ അവർ ഒരുമിച്ച് കൂടി എങ്ങനെ ബ്രിട്ടീഷ് മേൽക്കോയ്മയെ നമുക്ക് ചെറുക്കാമെന്നതിനെ കുറിച്ച് ആലോചിച്ചു. അത് 1774 ആയിരുന്നു. അതിനുശേഷം വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള വിവിധ കോളനികളിൽ നിന്നുള്ള പ്രതിനിധികൾ പിന്നീട് ഒരു പ്രാവശ്യം കൂടി ഒരുമിച്ച് കൂടുന്നത് 1775. അതും ഫിലാഡൽഫിയയിൽ തന്നെയാണ്. അതിനെയും നമ്മൾ വിളിക്കുന്നത് രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. ആ സമ്മേളനത്തിൽ വെച്ചാണ് മഹാനായ ജോർജ് വാഷിംഗ്ടനെ ഈ കോണ്ടിനെന്റുകളുടെ സൈനിക തലവനായി തീരുമാനിച്ചു. അവര് രാജാവിന് ഒരു മെമ്മോറാണ്ടം കൊടുക്കാൻ തീരുമാനിച്ചു. ഇങ്ങനെയുള്ള കരി നിയമങ്ങൾ കോളനികളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ പറയും. അവർ മെമ്മോറാണ്ടം റെഡിയാക്കി രാജാവിന് കൊടുത്തു. ബ്രിട്ടനിലെ രാജാവ് അത് നിഷ്കരണം തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല, അടിച്ചൊതുക്കുന്നതിന് വേണ്ടി കൂടുതൽ സൈനികരെ ഈ കോളനികളിലേക്ക് അയക്കുകയാണ്. അപ്പോൾ തക്കം പാർത്തിരുന്ന അമേരിക്കയിലെ ഈ സ്വാതന്ത്ര്യ സമരക്കാരെ അവര് ക്രിയാത്മകമായി പ്രതികരിക്കാൻ തുടങ്ങി, രംഗത്ത് വരാൻ. അമേരിക്കയിലേക്ക് തേയിലയും കയറ്റിക്കൊണ്ടുവന്നു ബ്രിട്ടനിലെ കപ്പലുകൾ അവിടെ കൃത്യമായി അടുത്തിരുന്നത് ബോസ്റ്റൺ തുറമുഖത്ത്. ഈ ബോസ്റ്റൺ തുറമുഖത്ത് ഈ കപ്പലുകൾ വന്നപ്പോൾ ഈ കപ്പലുകളിലേക്ക് റെഡ് ഇന്ത്യൻ തൊഴിലാളികളുടെ വേഷം ധരിച്ച സ്വാതന്ത്ര്യ സമര പോരാളികൾ കടന്നു കയറുകയും ഈ കപ്പലിലുണ്ടായിരുന്ന തേയിലപ്പെട്ടികൾ കടലിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. ഈ സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് പഠിക്കുന്ന കാലത്ത് പലരും ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറഞ്ഞാൽ അവിടെ നടന്ന വലിയൊരു ചായ സൽക്കാരമാണ് എന്നൊക്കെ കരുതിയിരുന്ന, പക്ഷെ നമ്മൾ വായിച്ച് ഇതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോഴാണ് ഇത് ശരിക്കും അമേരിക്കക്കാരായിട്ടുള്ള തദ്ദേശവാസികളുടെ വലിയൊരു ചെറുത്തുനിൽപ്പിന്റെ ബഹിസ്ഫുരണമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ബോസ്റ്റൺ ടീ പാർട്ടി സംഭവം കഴിഞ്ഞതോടുകൂടി ബ്രിട്ടീഷ് സർക്കാർ കൂടുതൽ ജാഗ്രതയോടുകൂടി ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടു. അവിടെ കൂടുതൽ സൈനികരെ കൊണ്ടുവന്നു. അങ്ങനെ കോളനികളും ബ്രിട്ടീഷ് സർക്കാരും തമ്മിലുള്ള തുറന്ന ഏറ്റുമുട്ടലിലേക്ക് വഴിതെളിച്ചു. ഇത് ക്രമേണ വളർന്ന് ഒരു ഓപ്പൺ യുദ്ധമായി മാറി. ആ യുദ്ധം ഫലത്തിൽ അമേരിക്കയും ബ്രിട്ടനും തമ്മിലുള്ള ഒരു യുദ്ധം എന്ന് വിശേഷിപ്പിക്കുന്ന രീതിയിൽ വളർന്നു. കുറേയൊക്കെ ജനാധിപത്യപരമായ ചില സമര രീതികളിലേക്കും പ്രഖ്യാപനങ്ങളിലേക്കും ഈ കോണ്ടിനെന്റൽ സമ്മേളനങ്ങൾ വഴിതെളിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവര് രാജാവിന്റെ മുന്നിലേക്ക് ഒരു ലോകപ്രശസ്തമായ മുദ്രാവാക്യം വെച്ചു. അതിതാണ്: പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ. സോ ദേ വർ ഇൻ നീഡ് ഓഫ് എ റെപ്രസെന്റേറ്റീവ് സ്റ്റൈൽ ഓഫ് റൂളിംഗ്. ഒരു ജനാധിപത്യപരമായ പ്രതിനിധികൾ ഉൾച്ചേർന്ന ഒരു ഭരണ സംവിധാനത്തിൽ
ഞങ്ങളുടെ കൂടെ പ്രതിനിധികൾ ഇരുന്ന് തീരുമാനിക്കുന്ന തീരുമാനങ്ങൾ മാത്രമേ നികുതി പോലെയുള്ള കാര്യങ്ങളിൽ ഇവിടെ നടപ്പാക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഈ 13 കോളനികളിലെയും പ്രതിനിധികൾ ഒരുമിച്ച് രാജാവിനോട് ആവശ്യപ്പെട്ടു. രാജാവ് അത് തള്ളിക്കളഞ്ഞു. ഇത് വീണ്ടും ഈ കോളനികളിലെ പ്രതിനിധികളെ ചൊടിപ്പിച്ചു. അവർ ഒരുമിച്ച് ചേർന്ന് ഐക്യകണ്ഠ്യേന ഒരു തീരുമാനമെടുത്തു. അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം തങ്ങൾ സ്വയം പ്രഖ്യാപിക്കുന്ന ഒരു തീരുമാനം എല്ലാവരിലും അറിയിക്കുവാൻ അവർ തീരുമാനമെടുത്തു. അതിന്റെ ഫലമായി 2 പേരെ ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കുവാൻ ചുമതലപ്പെടുത്തി. അവർ മറ്റാരുമായിരുന്നില്ല, തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും ആയിരുന്നു. അവർ തയ്യാറാക്കിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1776 ജൂലൈ 4-ാം തീയതി ഔപചാരികമായി എല്ലാവർക്കുമായി പ്രഖ്യാപനം ചെയ്യപ്പെട്ടു. അതാണ് ഐതിഹാസികമായ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ഇത്രയുമൊക്കെ ആയപ്പോഴേക്കും ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഈ സമരം ഒരു വിജയത്തിന്റെ പാതയിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഈ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം എന്ന ആഗ്രഹം ഇരുപക്ഷത്തിലുമുണ്ടായി. 1781 അമേരിക്കൻ കോളനികളും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധം അവസാനിക്കുന്നു. ഇതിനുശേഷം ഫിലാഡൽഫിയയിൽ ഒരുമിച്ച് കൂടിയ അമേരിക്കൻ കോണ്ടിനെന്റൽ പ്രതിനിധികൾ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയെ അമേരിക്കയ്ക്ക് ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തി. അത് മറ്റാരുമായിരുന്നില്ല, ജെയിംസ് മാഡിസനെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അമേരിക്കയിലെ ഭരണഘടന എഴുതി തയ്യാറാക്കി. ആ ഭരണഘടനയുടെ ഔപചാരികമായ ഉദ്ഘാടനവും അതോടൊപ്പം അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചു. അങ്ങനെയാണ് അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റായി ജോർജ് വാഷിംഗ്ടൺ ഈ ഭരണഘടന പ്രകാരം തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇതോടുകൂടി അമേരിക്കൻ കോളനികൾ ഒന്നാകെ അമേരിക്കയിലെ ഒരൊറ്റ രാജ്യമായി തീരുന്നതിനുള്ള ഒരു തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ ഇന്ന് നമ്മൾ കാണുന്ന അമേരിക്കൻ ഐക്യനാടുകൾ എന്ന രീതിയിലേക്ക് ഈ ഒരു രാജ്യത്തിൻ്റെ ഒരു നേഷൻ എന്ന രീതിയിൽ അമേരിക്ക മാറും. അമേരിക്ക ഈ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടുകൂടി സ്വാതന്ത്ര്യം സ്വയം നേടിയെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. ഇങ്ങനെ അമേരിക്ക സ്വാതന്ത്ര്യം നേടുകയാണ് ചെയ്തത് ബ്രിട്ടീഷുകാരെ. ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം കുറേയേറെ ഫലങ്ങളും ഉളവാക്കിയിട്ടുണ്ട്. അത് ലോകരാഷ്ട്രങ്ങളിൽ ഇതേപോലെ തന്നെ വിവിധ രാജ്യങ്ങളുടെ കോളനികളായിരുന്ന പല രാജ്യങ്ങളിലേക്കും ഈ ആശയങ്ങൾ എത്തിച്ചു. അവർക്കും സ്വാതന്ത്ര്യദാഹവും മോഹവും ഒക്കെ ഉണ്ടായി. ക്രമേണ ആ രാജ്യങ്ങളിലും ചെറുത്തുനിൽപ്പുകളും സ്വാതന്ത്ര്യ സമരങ്ങളും അരങ്ങേറിയത് നമ്മൾ കണ്ടു. മറ്റൊരു പ്രധാനപ്പെട്ട ഫലം എന്ന് പറയുന്നത് ലോകത്തിലെ പ്രധാനപ്പെട്ട എഴുതി തയ്യാറാക്കപ്പെട്ട ഒരു ഭരണഘടന ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തോടുകൂടി ലോകത്തിന് ലഭിച്ച ഒരു സംഭാവനയാണ്. മറ്റൊരു കാര്യം, റിപ്പബ്ലിക്കൻ ഭരണരീതി, അതും ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു ഫലമാണ്. ഏറ്റവും അവസാനമായി നമുക്ക് കാണാൻ സാധിക്കുന്നു ഒരു ഫെഡറൽ സംവിധാനം. കുറേയൊക്കെ ഇന്ത്യയും അതാണ് പിൻചെല്ലുന്നത്. സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ചേർന്ന് ഒരു കേന്ദ്ര ഭരണം, അങ്ങനെയുള്ള ഒരു ഫെഡറൽ സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ, അതും ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഫലമായിട്ട് ഉണ്ടായ ഒരു വസ്തുതയാണ്. ഇന്ന് അമേരിക്ക വളർന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സാമ്പത്തിക ശക്തിയും സൈനിക ശക്തിയും ഒക്കെയായി മാറി. ലോകത്തിൽ നമ്മൾ നേരത്തെ കണ്ട ജോർജ് വാഷിംഗ്ടൺ മുതൽ ഇങ്ങോട്ട് വളരെ പ്രമുഖരായ ലോക നേതാക്കൾ അമേരിക്കൻ പ്രസിഡന്റുമാരായി കടന്നു വന്നു. ഏബ്രഹാം ലിങ്കൻ, അതേപോലെ തന്നെ പിൽക്കാലത്ത് വന്ന ബറാക് ഒബാമ, ഇപ്പോൾ അമേരിക്ക ഭരിക്കുന്നത് ഡൊണാൾഡ് ട്രംപാണ്. ഇങ്ങനെ പ്രമുഖരായ ഒരുപാട് ലോക നേതാക്കൾ അമേരിക്കയുടെ ഭരണ തലപ്പത്തേക്ക് കടന്നു വരികയും അമേരിക്ക ലോകത്തിലെ പൊതുവായ നയങ്ങൾക്കും പൊതുവായ സാമ്പത്തിക തീരുമാനങ്ങൾക്കും പൊതുവായ ലോക രാഷ്ട്രങ്ങളുടെ ഗതിയെ നിയന്ത്രിക്കുന്നതിനും ഒക്കെ
മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരവസ്ഥയിലേക്ക് അമേരിക്ക വളർന്നു. യഥാർത്ഥത്തിൽ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് വളരെ പണ്ട് നടന്ന ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്, ഈ ചെറുത്തുനിൽപ്പാണ്. ആ ചെറുത്തുനിൽപ്പിൽ നിന്നുണ്ടായ ഐക്യവും ഐക്യദാർഢ്യവും പരസ്പര ധാരണയും ഈ കോളനികളെ ഒരുമിപ്പിക്കുകയും ഇന്ന് നമ്മൾ കാണുന്ന അമേരിക്കൻ ഐക്യനാടുകൾ എന്ന അവസ്ഥയിലേക്ക് ഇതിനെ വളർത്തുകയും ചെയ്തു. തീർച്ചയായിട്ടും നമുക്ക് പ്രത്യാശിക്കാം, അമേരിക്കൻ ഐക്യനാടുകൾക്ക് എല്ലാ തരത്തിലുള്ള വിജയവും നമുക്ക് ആശംസിക്കാം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നൽകിയ ഈ ഒരു വലിയ സന്ദേശം ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലേക്കും പ്രദേശങ്ങളിലേക്കും എത്തിച്ചേരുകയും അത് വിവിധ രാജ്യങ്ങളിലെ സ്വാതന്ത്ര്യ സമരങ്ങളിലേക്കും ജനാധിപത്യ വളർച്ചയിലേക്കും നയിച്ചു എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം. ഇതിൻ്റെ തുടർ പ്രവർത്തനമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങളൊന്ന് പട്ടികപ്പെടുത്തണം. രണ്ട്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ അവ നടന്ന വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ടൈം ലൈൻ തയ്യാറാക്കണം. മൂന്ന്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഫലങ്ങൾ അത് നമുക്ക് പട്ടികപ്പെടുത്താവുന്നതാണ്. ഈ രീതിയിൽ തുടർ പ്രവർത്തനങ്ങൾ നമുക്ക് ആവിഷ്കരിച്ച് നിങ്ങളുടെ നോട്ട്ബുക്കിൽ അത് രേഖപ്പെടുത്തി സൂക്ഷിക്കും. നമ്മൾ മനസ്സിലാക്കുക, COVID-19 എന്ന മഹാമാരി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും ഒരേപോലെ ബാധിച്ചു. അത് ഏറ്റവും കൂടുതൽ വികസിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മളിപ്പോൾ പഠിച്ച അമേരിക്ക. അവിടെ വേണ്ടത്ര ജാഗ്രത പുലർത്താത്തത് മൂലം അത് സർവ്വവ്യാപകമായി എല്ലാവരെയും ബാധിച്ചു. എന്നാൽ അതിന് വിരുദ്ധമായി നമ്മൾ കുറേയേറെ ജാഗ്രത പാലിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കേരളം അതിൽ ഏറ്റവും മുന്നിലാണ്. തുടർന്നും നമുക്ക് ജാഗ്രത പാലിക്കാം. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാസ്കുകൾ ഉപയോഗിക്കുക, അതേപോലെ തന്നെ സാനിറ്റൈസർ ഉപയോഗിച്ച് കൈകൾ ശുദ്ധമാക്കുക. പുറത്തേക്ക് പോകുമ്പോഴും അതേപോലെ തന്നെ തിരിച്ചു വരുമ്പോഴുമൊക്കെ നമ്മുടെ കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയായി സൂക്ഷിക്കുക. നമ്മുടെ വീടും വിദ്യാലയവും ഏറ്റവും ശുചിയായി നമുക്ക് സൂക്ഷിക്കുക. അങ്ങനെ ഈ മഹാമാരിയെ നമുക്ക് ചെറുത്ത് തോൽപ്പിക്കാം. നമ്മൾ ഓൺലൈനിലാണ് പരസ്പരം കാണുന്നത്, നമ്മൾ അകലങ്ങളിലാണ്. പക്ഷെ ആ ഒരു ചിന്ത വേണ്ട, നമ്മൾ അടുത്താണ്. കവി പണ്ട് പാടിയിട്ടുണ്ട്, അർക്കൻ എത്ര അകലെയായിരുന്നാലും അമ്പു ഞങ്ങൾ വിടരാതിരിക്കും. നമ്മൾ എത്ര അകലെയായിരുന്നാലും